ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ടുവേർഡ്സ് യു. ഓക്കെ, നിങ്ങൾക്കുള്ള ഫീലിങ്സ് ആസ് ഓഫ് നൗ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. പൈൽ 1, പൈൽ 2 ആൻഡ് പൈൽ 3. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് റീഡിങ് കാണാം. ഹായ് പൈൽ 1. സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന എനിക്കൊന്നും കേൾക്കണ്ടേ എന്നുള്ള ഈ കുഞ്ഞു ബുദ്ധനെയാണ്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ പേഴ്സൻ്റെ ഫീലിംഗ്. എനിക്കറിയില്ല ഇപ്പം നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് നീ പറയുന്ന എന്താണോ അത് എനിക്കറിയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു എനർജി എനിക്ക് ഈ ബുധനിലൂടെ കിട്ടുന്നുണ്ട്. എനിക്കറിയാം, അറിയില്ല. നമുക്ക് നോക്കാം എന്താ എനർജി വൈസ് നമുക്ക് കാർഡ്സിൽ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഈ ടാരോ ഡെക്കിലൂടെ നോക്കാം. സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് പൈൽ 1 കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ്. പൈൽ 1 ആൾക്കാരുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. പൈൽ 1 ആൾക്കാരുടെ പേഴ്സൺസിൻ്റെ ഫീലിങ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓൾ റൈറ്റ്. ഓഹ്, ഹാർട്ട് ബ്രേക്ക്. എന്താണ് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, എനിക്കറിയില്ല നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ, ബ്രേക്കപ്പ് ആയിട്ടുണ്ടോ. കാരണം എനിക്കിവിടെ കിട്ടുന്ന എനർജി വെച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, അത് മാത്രമല്ല മേ ബി അതുകൊണ്ടായിരിക്കും നമുക്കൊന്നും കേൾക്കണ്ട എന്നുള്ളൊരു എനർജി തന്നെ വന്നത്. കാരണം ആ ഒരു ബ്രേക്കപ്പിൻ്റെ എനർജി വരുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു ആളുടെ എന്താ അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ അത്രയും ഹർട്ടാണ് അവർ പറഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ആർഗ്യുമെൻറ്റ് തുടങ്ങിയതായിരിക്കാം. മേ ബി ആ ഒരു ആർഗ്യുമെൻറ്റ് കുറച്ചധികം വലുതായി പോവുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ആരെങ്കിലും ഇതിനിടയ്ക്ക് നിങ്ങൾക്കിടയിൽ വരിക, സംസാരിക്കുക, അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവുക. സോ എന്തായാലും ഇവിടെ ബ്രേക്കപ്പിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രേക്കപ്പിൻ്റെ എനർജി അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്ക് എനർജിയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ അവർ ഹീലാവട്ടെ. കാരണം ഹീലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കിവിടെ കിട്ടുന്ന മെയിൻ എനർജി. ഇപ്പം അവർ ആ ഒരു പെയിനിൽ നിന്ന് ഇതുവരെയും മൂവ് ഓൺ ആയ എനർജിയിലല്ല ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. പേജ് ഓഫ് സോട്ട്സ് വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ, കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് തന്നെയാണ് സ്വാഡ് എന്ന് പറയുന്നത്. അപ്പം പലതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ കമ്മ്യൂണിക്കേഷനിൽ തുടങ്ങി ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചധികം പ്രശ്നങ്ങളായി, അത് കുറച്ച് വലുതായി, അതിലൂടെ ഉണ്ടായൊരു ഹാർട്ട് ബ്രേക്കാണ്. ഓക്കെ, സോ അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ അതിനെക്കുറിച്ച് എന്തായാലും തിങ്ക് ചെയ്യുന്നുണ്ട്. എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്നും അതിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ട് അവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു ബുക്കിൻ്റെ എനർജി വരുമ്പോൾ ആ ഒരു തിങ്കിങ് എനർജി, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, മാത്രമല്ല ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്. ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആകുമ്പോൾ ഒരു ഹീലിംഗ് ആണ് നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ 2 ബേർഡ്സിൻ്റെ എനർജി, അതൊരു സ്പിരിച്വൽ എനർജി ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു എനർജിയിലൂടെ എന്താ പറയുക, പുള്ളിക്കാരനായാലും പുള്ളിക്കാരത്തിയായിരുന്നാലും ഓക്കെ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കാണുന്നത്, നിങ്ങളുടെ ഏത് ഓപ്പോസിറ്റ് ജനറിന് വേണ്ടിയാണ് കാണുന്നത്, അവരുടെ എനർജിയിൽ അവർ ഹീലാവാനായിട്ടുള്ള ഒരു ടൈം എടുക്കുന്നുണ്ട്. അവരുടെ തിങ്കിങ് എന്ന് പറയുമ്പോൾ 5 wands ആർഗ്യുമെൻറ്റ് തന്നെയാണ്. എനിക്കിതിനകത്ത് 100% നിങ്ങൾക്കിടയിൽ സംഭവിച്ച ആർഗ്യുമെൻറ്റ്സ് അത് തന്നെയാണ് 100% കിട്ടുന്ന എനർജി. ഓക്കെ, ആ ആർഗ്യുമെൻറ്റ് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായത് അതിനെക്കുറിച്ചൊക്കെ ക്ലിയറായിട്ട് ചിന്തിക്കുന്നുണ്ട്. പിന്നെ അന്ന് എന്നാണോ നിങ്ങൾക്കിടയിൽ ആ ബ്രേക്കപ്പ് നടന്ന സിറ്റുവേഷനിൽ നടന്ന ഇൻസിഡൻസ് ഒന്നും ആരും മറന്നിട്ടില്ല. ഓക്കെ, അത് മറന്നിട്ടില്ല എന്നുള്ളതിന് കാരണം അത്രയും ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഫസ്റ്റ് കാർഡ് വന്നത് തന്നെ 3 of Swords. ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് നമ്മൾ പറയില്ലേ, എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻസ് വന്നാൽ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് 3 of Swords. അപ്പം ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമ്മൾ ആരും വിട്ടുകൊടുക്കാറില്ല. അവിടെ ഓഫ് കോഴ്സ് എനിക്ക് ഇതിനകത്ത് വിട്ടുകൊടുത്ത എനർജിയും ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല. ഓക്കെ, സോ ഇപ്പോൾ കറൻ്റ്ലി എന്താ പുള്ളി ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ പുള്ളിക്ക് എന്താ, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ഫീലിങ്സിൻ്റെ എനർജി ഇത്രയും കാർഡ്സിനകത്ത് നിന്ന് കിട്ടുന്നില്ല. നമുക്ക് നോക്കാം, എന്തെങ്കിലും വോക്കവേ ആണ്, കംപ്ലീഷനാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണ് 10 of Swordsൻ്റെ കാർഡ് വന്നാൽ ഞാൻ പറയും ഒരു കാര്യം ചെയ്യാതെ കംപ്ലീഷൻ്റെ എനർജിയാണ്.
ഓക്കെ. കംപ്ലീഷൻ നമുക്ക് നോക്കാം, ഫർദർ ഒരു കാർഡും കൂടെ എടുത്ത് നോക്കാം. കാരണം ലാസ്റ്റ് ഫൈനൽ കാർഡ് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വോക്കവേ ആണ്. വേണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ പർട്ടിക്കുലർ പേഴ്സൺ തിരിച്ച് വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയും വേണ്ടെന്ന്. കാരണം ആ റിലേഷൻഷിപ്പ് ചിലപ്പം മേ ബി അത് ഒരുപാട് നിങ്ങൾക്ക് പല സമയങ്ങളിലും ഒരുപാട് പെയിൻ തന്നൊരു റിലേഷൻഷിപ്പായിരിക്കും. ഓക്കെ. അത് മാത്രമല്ല, നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാകുമ്പം നമുക്ക് വേണ്ടുന്ന ഒരു സംഭവം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ആവുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പർട്ടിക്കുലർ പേഴ്സണിൻ്റെ കൂടെ നിങ്ങളുടെ ലൈഫ് ജീവിക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനർജി വളരെ കുറവായിട്ടും, ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളടുത്തൊരു എന്താ പറയുക, നമ്മളൊരു സിറ്റുവേഷനിൽ പെട്ട അവസ്ഥയാണ്. അപ്പം ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പം നിങ്ങളുടെ ആ ഒരു നോ കോൺടാക്റ്റ് ആണ് സിറ്റുവേഷൻ എങ്കിൽ നല്ല കാര്യം, മൂവ് ഓൺ ചെയ്യാൻ തന്നെ പറയും. കാരണം ഈ 10 of Swordsൻ്റെ കാർഡ് കാണുമ്പോൾ തന്നെ അറിയും ഇതിനെക്കുറിച്ച്, പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു കാര്യവും അറിയണ്ട. ഞാൻ പോവുകയാണ്, ഞാൻ എൻ്റെ ഡയറക്ഷൻ ഫ്രണ്ടിലോട്ടാണ്, ഞാൻ മുന്നോട്ട് തന്നെ പോകുന്നു. എനിക്കിനി ബാക്കിലോട്ട് വരാനോ ഈ എനർജിയിലോട്ട് കണക്റ്റ് ആവാനോ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനോ ഒന്നിനും താല്പര്യമില്ല. ഓക്കെ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നിങ്ങളുടെ അടുത്ത് ബുദ്ധനെ ഭയങ്കരമായിട്ട് ഹൈലി കണക്റ്റഡ് ആയിട്ട് ആ എനർജിയായിട്ട്. കാരണം മേ ബി അത്രയും ഹർട്ടായിട്ടുണ്ടാവും. നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു അതിൽ നിന്നൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ആ ഒരു അത്രയും നമുക്ക് ഹാർട്ട് ബ്രേക്കായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഡെഫിനറ്റ്ലി മൂവ് ഓൺ ചെയ്യുന്നത്. ഓക്കെ. മൂവ് ഓൺ ചെയ്യുമ്പോൾ എനിക്ക് ഒരു സജഷൻ കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ഇഷ്യൂസ് വന്നാലും ഒരാൾ മാത്രമല്ല, ഓക്കെ, 2 പേരുടെ ഭാഗത്തും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. പ്ലസ് നമ്മൾ ഫസ്റ്റ് ക്ഷമിക്കുകയാണ്. കാരണം എൻ്റെ ഭാഗത്ത് മാത്രമാണ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അയാൾ മാത്രമാണ് തെറ്റുകാരൻ എന്നുള്ള രീതിയിലല്ല. നമ്മൾ എന്താണ് ശരി, അയാളുടെ ഭാഗത്ത് തെറ്റുണ്ട്, നമ്മൾ അയാളുടെ ക്ഷമിക്കുന്നു. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്, കാരണം നമ്മൾ അങ്ങനെ ഒരാളുടെ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ആ ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആളോടും നമ്മൾ ക്ഷമിക്കുക, നമ്മളോടും ക്ഷമിക്കുക, താങ്ക് യു പറയുക. കാരണം ഡെഫിനറ്റ്ലി ആ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഒരു ലെസൺ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ലെസൺ ലേൺ ചെയ്തിട്ടുണ്ടാവും. അതിന് സ്പിരിറ്റ് ഗൈഡ്സിനോട് താങ്ക്സ് പറയുക. ഓക്കെ. സ്പിരിറ്റ് ഗൈഡ്സിനോട് താങ്ക്സ് പറഞ്ഞ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ തന്നെയാണ് എനിക്കിവിടെ കാർഡ്സിനകത്ത് നിന്ന് കിട്ടുന്ന എനർജി. സോ ഡെഫിനറ്റ്ലി എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചർ വളരെ ബ്രൈറ്റാണ്. കാരണം ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആൻഡ് 9 of Pentacles സെൽഫായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കുറേ കൂടി എന്താ പറയുക മുന്നേറുന്നു എന്നുള്ളൊരു എനർജിയാണ്. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു നമ്മൾ പറയില്ലേ, നമ്മുടെ ഒരു സെൽഫ് ലവ് എനർജിയൊക്കെ ഉള്ളിൽ നിന്ന് വന്ന് നമ്മളെല്ലാം പല കാര്യങ്ങളും ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കിട്ടുന്ന 100% എനർജി. അപ്പോൾ വോക്കവേ ആണ് എനിക്ക് കിട്ടുന്നത്. ആ പെർട്ടിക്കുലർ പേഴ്സൻ്റെ ഫീലിങ്സ് ഒന്നും കേൾക്കണ്ട എന്നുള്ളത് നിങ്ങളുടെയും കൂടി എനർജി ആയിരിക്കും. എനിക്കും ഒന്നും കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. ഓക്കെ. മൂവ് ഓൺ ചെയ്യാം. ഈ റിലേഷൻഷിപ്പിൽ സ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ആ റിലേഷൻഷിപ്പ് തിരിച്ചു വന്ന ഒരു സ്കോപ്പ് ഉള്ളതായിട്ടുള്ള എനർജി ഇവിടെ നിന്ന് കിട്ടുന്നില്ല. നമുക്ക് നോക്കാം ഫർദർ എന്താ വരുന്നതെന്നുള്ളത്. ഗൈഡൻസ് സ്പിരിറ്റ് എനിക്കറിയേണ്ട ഫർദർ എന്താണ് പൈൽ 1 അറിയേണ്ടത് എന്നാണ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഫർദർ അറിയേണ്ടത് എന്താണ്? വറി. ഐ എം ലേണിംഗ് ദാറ്റ് വറി ഡസ് നോട്ട് ചേഞ്ച് ആൻഡ് ഔട്ട്കം. അപ്പോൾ അങ്ങനെ ഒരു വെറി എനർജിയിലായിരുന്നു നിങ്ങളെങ്കിൽ എന്താണ് ഇത് ഫോക്കസ് ചെയ്യാത്തത്? ഓക്കെ. ഐ എം ലേണിംഗ് ദാറ്റ് വെറി ഡസൻറ്റ് ചേഞ്ച് ആൻഡ് ഔട്ട്കം. റൈറ്റ്. Denial. I acknowledge my fear, but I replace it with the insight of awareness. ഓക്കെ. നമുക്ക് ഈ പറഞ്ഞ പോലെ പല ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറയില്ലേ, ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു ഓറഞ്ച് കളർ നമുക്ക് ആ ഒരു ഡിനയലിൻ്റെ എനർജി, അതുപോലെ തന്നെ നമുക്കൊരു പേടിയാണ് മുന്നോട്ട് പോകാനും, മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ എല്ലാത്തിനും നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുന്ന ആ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ. മൂവ് ഓൺ ചെയ്യുക, 100% മൂവ് ഓൺ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്താണ് സംഭവിച്ചത്, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്ത് അത് ഡിവൈൻ ഗൈഡൻസ് ആണെന്നും ഈശ്വരൻ നമുക്ക് പറയില്ലേ, ഈശ്വരൻ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്. ഓക്കെ. അതിൻ്റെ ഒരു ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇറ്റ്സ് എ പ്രോസസ്സ്. അക്സെപ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, ഇറ്റ്സ് എ പ്രോസസ്സ്. ആൻഡ് ഫൈനലി സർവീസ്. ഐ ഫീൽ ഗുഡ് വെൻ ഐ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പർട്ടിക്കുലർ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. കാരണം അതൊക്കെ കൂടെ നമ്മുടെ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഹീലായി മുന്നോട്ട് വരാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു ഹീലിംഗ് എനർജി
ഡെഫിനറ്റ്ലി കൊണ്ടുവരിക. കാരണം എനിക്ക് ഇതിനകത്തുള്ള ഈ പൈൽ 1 സെലക്ട് ചെയ്ത ആൾക്കാർ ഒരുപാട് ഇമോഷണലി എല്ലാവർക്കും അവൈലബിൾ ആവുന്ന ഒരാൾക്കാരായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കി ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് മനസ്സിലായി മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യുമ്പോൾ നമുക്കുള്ളിൽ ഭയങ്കര ഹീലിംഗ് എനർജി കിട്ടും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഡിവൈൻ ഗൈഡൻസ് വരും. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ നമ്മൾ പറയുമ്പോൾ ഒരു ശക്തി നമ്മുടെ ഉള്ളിലൊരു ശക്തി ഉണ്ടാവും. ലൈക്ക് നമുക്കെന്തും ചെയ്ത് നേരിടാം എന്നുള്ളതിൻ്റെ ഒരു ശക്തി ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഓക്കെ സ്പിരിറ്റ്, എനിക്കൊരു ഫൈനൽ കാർഡ് പൈൽ 1 ഫൈനലായിട്ട് കൊടുക്കേണ്ട ഒരു ഗൈഡൻസ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതിന് ഒരു ഫൈനൽ കാർഡാണ് നമുക്ക് വേണ്ടുന്നത് സ്പിരിറ്റ്. ഫൈനൽ ഗൈഡൻസ് ആണ് സ്പിരിറ്റ്. എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഫൈനലായിട്ട് സ്പിരിറ്റ് ഗൈഡൻസ് നൽകാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാർഡ് മതി, ഒരേ ഒരു കാർഡ്. പാർട്ട്ണർഷിപ്പ്. വാവ്, ഒരു സെക്കൻഡ്, എനിക്കറിയില്ല, എൻ്റെ ക്യാമറ ഫോക്കസ് ആവുന്നില്ല. ടീം വർക്ക് വിൽ ഗിവ് യു എ ബെറ്റർ റിസൾട്ട്. ഫൈൻഡ് ട്രസ്റ്റ്വർത്തി പീപ്പിൾ ടു പാർട്ട്ണർ വിത്ത്. ബിൽഡ് അപ്പ് എ ടാലൻറ്റഡ് സപ്പോർട്ട് ടീം. അപ്പോൾ ഡെഫിനറ്റ്ലി മൂവ് ഓൺ ഫ്രം ദി എനർജി എന്നുള്ളത് ഇതിനേക്കാൾ ഭംഗിയായിട്ട് സ്പിരിറ്റ് ഗൈഡ്സിന് പറയാൻ പറ്റില്ല. എന്തായിരുന്നു, ആരായിരുന്നു, എങ്ങനെയായിരുന്നു, അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. കാരണം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ, നല്ലൊരു ആൾ നിങ്ങൾക്ക് വേണ്ടി അവൈറ്റിംഗ് ആണ്. ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വരും 100%. കാരണം ഇത്രയും നല്ലൊരു കാർഡ്സ് എന്ന് വെച്ചാൽ നമ്മളിത് പറയില്ലേ, സ്പിരിറ്റ് പറയും ചില റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, ചില റിലേഷൻഷിപ്പിൽ നിന്ന് അവർ തന്നെ തിരിച്ച് നമ്മുടെ അടുത്ത് വരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോകും ഓട്ടോമാറ്റിക്കലി. കാരണം നമുക്കറിയാം അവിടെ നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടുത്തെ റിലേഷൻഷിപ്പിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്കൊരു ഹോപ്പോ സ്കോപ്പോ ഒന്നും തോന്നുന്നില്ല. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു പൈൽ 1 അവരുടെ ഗൈഡൻസ് കിട്ടി. ഓക്കെ, മൂവ് ഓൺ ചെയ്യുന്നത് തന്നെയാണ് എനിക്കിവിടെ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഗൈഡൻസ്. കാരണം അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി, ആ ഒരു ഇമോഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് പോകുന്നു. ഓക്കെ, സൂപ്പർ. താങ്ക് യു സോ മച്ച് പൈൽ 1 ഫോർ കണക്റ്റിംഗ്. ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച് ഫോർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഇങ്ങനത്തെ എനർജിയാണ്, ഇങ്ങനത്തെ ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ, ബൈ. ഹായ് പൈൽ 2, വെൽക്കം ടു യുവർ റീഡിങ്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു വിടാം, താങ്കൾ പൊയ്ക്കോളൂ, എനിക്കൊന്നും കേൾക്കണ്ട എന്നുള്ളതായിരുന്നു. പൈൽ 1 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീഡിംഗ് ആയിരുന്നു. ഓൾ റൈറ്റ്, പൈൽ 2 എനിക്കൊന്നും പറയാനില്ല, സോറി, ഇത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചൂസ് ചെയ്ത ബുദ്ധൻ്റെ എനർജിയാണ്. ഓക്കെ, സോ ചില റിലേഷൻഷിപ്പിൽ നമുക്ക് പലതും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനുണ്ടാവും. ഓക്കെ, ചില റിലേഷൻഷിപ്പിൽ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടാവില്ല. വേറൊന്നും കൊണ്ടല്ല, കാര്യം അവിടെ നീ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു എനർജിയാണ്. മനസ്സിലായില്ലേ? എത്ര പറഞ്ഞാലും അവർ മനസ്സിലാക്കാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കുക, അവർക്ക് ആ സ്പേസ് കൊടുത്ത് അവർ മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ അവരത് എന്താ പറയുക, അവർ ഡിസൈഡ് ചെയ്യട്ടെ എന്താ ചെയ്യേണ്ടത്, അല്ല എങ്ങനെ വേണം എന്നുള്ള അവർ തന്നെ ഡിസൈഡ് ചെയ്യട്ടെ. കാരണം നമ്മൾ പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള നമ്മളെ കൊണ്ടൊക്കാവുന്ന രീതിയിലെല്ലാം നമ്മൾ റിസോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തു. പക്ഷേ ഫൈനലി റിസൾട്ടൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രീസ്റ്റസ്. മിണ്ടണ്ട, ചിലയിടത്ത് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് അവിടെ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല. എനിക്ക് ഇന്നലെ ഞാനൊരു ആളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ കൊടുത്ത അതേ ഗൈഡൻസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. റോമി എനിക്കറിയില്ല റോമി ഇത് കാണുന്നുണ്ടോന്ന്. എനിക്ക് അതേ എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ പറയാവുന്നതും നമ്മളെ കൊണ്ടൊക്കാവുന്ന രീതിയിൽ ക്ഷമ ചോദിക്കേണ്ട രീതിയിൽ ക്ഷമ ചോദിച്ചു, നമ്മൾ സ്പേസ് കൊടുക്കാവുന്ന രീതിയിൽ സ്പേസ് കൊടുത്തു, മാക്സിമം നമ്മളെ കൊണ്ടൊക്കാവുന്ന രീതിയിലൊക്കെ ട്രൈ ചെയ്തു. ബാക്കി പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഹൈ പ്രീസ്റ്റസിൻ്റെ പ്രത്യേകത ഇത്രയും പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അവരെ പാടായി അവർ തന്നെ കറക്റ്റായിട്ട് വരട്ടെ, അവർക്ക് തന്നെ ഫീൽ ചെയ്ത് വരട്ടെ. അങ്ങനത്തെ ഒരു എനർജിയാണ്. താങ്ക് യു സോ മച്ച് സ്പിരിറ്റ് ഗൈഡ്സ്. പൈൽ 2ൻ്റെ ഗൈഡൻസ്. പൈൽ 2 ആൻഡ് പൈൽ 2. ഓൾ റൈറ്റ്, നൈറ്റ് ഓഫ് കപ്സ് അവർ ആസ് ഓഫ് നൗ എന്താണെന്ന് ചോദിച്ചാൽ അവർ ഇമോഷണലി അവൈലബിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവർ ഇമോഷണലി അവൈലബിൾ ആണ്. അവർ റെഡിയാണ് നിങ്ങൾക്ക് ആ ഒരു കപ്പ് തരാൻ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻ തരാനൊക്കെ റെഡിയാണ്.
ആ ഒരു എന്താ പറയുക, ഇത് ഇങ്ങനെ ഒരു റൊമാൻറ്റിക് പേഴ്സണായിട്ട് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്ന എനർജിയും. ഓക്കെ, പക്ഷേ എന്താ പറയുക, നമുക്ക് നോക്കാം എന്താ അപ്പോൾ അത്. 7 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. 7 ഓഫ് കപ്സ് ഇമോഷണലി കുറച്ച് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഒരുപാട് സിറ്റുവേഷൻസ് പുള്ളി 4 ഓഫ് കപ്സ് പാസ്റ്റിനെ കുറിച്ച് പുള്ളി നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പാസ്റ്റ് നടന്ന കാര്യങ്ങൾ, പാസ്റ്റ് നടന്ന വിഷമിക്കുന്ന സിറ്റുവേഷൻസും എല്ലാം ഡെഫിനറ്റ്ലി നല്ല പോസിറ്റീവ് കാർഡ്സാണ് കേട്ടോ. എനിക്കിത് ഇപ്പം നിങ്ങൾ തിരിച്ച് വരുമോ ഇല്ലെന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ഞാൻ തിരിച്ച് വരും. കുറച്ച് സ്ലോ ആണ്, പക്ഷേ തിരിച്ച് വരുന്ന എനർജി തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. പോസിറ്റീവാണ് കേട്ടോ. മറ്റേത് കഴിഞ്ഞ അങ്ങനെ അല്ലായിരുന്നു. വാവ്, നിങ്ങൾ ആ പർട്ടിക്കുലർ പേഴ്സണെ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% ഈ വിൽ ബി കമ്മിങ് ബാക്ക് ടു യുവർ ലൈഫ്. കാരണം അത്രയും പോസിറ്റീവ് കാർഡ്സാണ്. അത്രയും തന്നെ നമ്മൾ സക്സസ്ഫുള്ളി അത് മാനിഫെസ്റ്റ് ചെയ്യണം. നമ്മൾ റിയാലിറ്റിയിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ തിരിച്ച് വരണം എന്നുള്ളത് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി എനിക്കിവിടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവാണ്. ഇമോഷണലി ഇപ്പം ആസ് ഓഫ് നൗ എന്താ സിറ്റുവേഷൻ എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ ഡെഫിനറ്റ്ലി ആലോചിക്കുന്നുണ്ട്. പാസ്റ്റ് നടന്ന നിങ്ങൾക്കിടയിൽ നടന്ന ഒരുപാട് പോസിറ്റീവ് മൊമെൻറ്റ്സ് ആലോചിക്കുന്നുണ്ട്. അതിലുള്ള ആ ഒരു ഹാപ്പിനെസ് പുള്ളിക്ക് നന്നായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു ലവേഴ്സിൻ്റെ എനർജിയിലായിരുന്ന സമയത്തും അതുപോലെ എന്താ പറയുക, ഒരു ഡെഫിനറ്റ്ലി ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതല്ലാണ്ട് പുള്ളിക്കാരന് ആ റിലേഷൻഷിപ്പിന് പോകണമെന്നോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ആ റിലേഷൻഷിപ്പിന് പോകുന്നെന്നോ ഒന്നുമില്ല. ആ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ച് വരിക എന്നുള്ളതാണ്. കാരണം ആ ഒരു സക്സസിൻ്റെ കാർഡാണ്. തിരിച്ച് വരും എന്നുള്ളതിൻ്റെ ഒരു സക്സസ്ഫുൾ എനർജിയാണ് എനിക്കുള്ളത്. പുള്ളിയുടെ എനർജി അല്ലെങ്കിൽ പുള്ളിക്കാരത്തിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് ഇമോഷണൽ സപ്പോർട്ടാണ്. എല്ലാ കാര്യവും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു ഗൈഡൻസ് തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ തന്നെ നമ്മുടെ അടുത്ത് എന്താ പറയുക, നമുക്ക് എന്ന് വെച്ചാൽ രണ്ടു പേർക്കും ഒരേപോലത്തെ ചിന്താഗതി, ഒരേപോലത്തെ രീതികളൊക്കെയാണ്. മനസ്സിലായില്ലേ? അപ്പം ഡെഫിനറ്റ്ലി ഇപ്പം ആസ് ഓഫ് നൗ നിങ്ങൾ പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വെയിറ്റിംഗ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം. കാരണം ഡെഫിനറ്റ്ലി തിരിച്ച് കമ്മിങ് ബാക്കിൻ്റെ എനർജിയാണ്. ഓക്കെ, എസ്പെഷ്യലി സൂപ്പർ. എനിക്ക് ജൂൺ മന്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ജൂൺ മന്തിൽ എന്തെങ്കിലും ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഇവൻറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ ജൂൺ മന്തിൽ നടക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി തിരിച്ച് വരും. എന്താണ് ഫീലിങ്സ് എന്ന് ചോദിച്ചാൽ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഒരിക്കലും ആ ഒരു എന്താ പറയുക വേറൊരാളിലേക്ക് മൂവ് ഓൺ ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് നടന്ന കാര്യങ്ങളും സറണ്ടറിൻ്റെ എനർജി തന്നെയാണ് നിങ്ങളുടെ എനിക്ക് കിട്ടുന്നത്. കാരണം ഐ ക്യാൻ റിലീസ് മൈ നീഡ് ടു കൺട്രോൾ. കാരണം നമ്മൾ പിന്നെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറണ്ടറിൻ്റെ എനർജിയാണ്. എന്ന് വെച്ചാൽ ഓക്കെ ശരി, ഇനി എന്താ പറഞ്ഞാൽ അതുപോലെ വരട്ടെ എന്നുള്ളതിൻ്റെ എനർജിയാണ്. അപ്പം ഡെഫിനറ്റ്ലി ഇത് തിരിച്ച് വരുന്നു എന്നുള്ളതിൻ്റെ എനർജി തന്നെയാണ്. അവർക്ക് ഡെഫിനറ്റ്ലി അവർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങൾക്ക് അവൈലബിൾ അല്ലാതെയോ അല്ലെങ്കിൽ മോൺ ചെയ്തു പോയ ആൾക്കാരോ ഒന്നുമേ അല്ല. ഓക്കെ, വളരെ പോസിറ്റീവാണ്. ഇപ്പം നിങ്ങളുള്ള ആ സറണ്ടർ എനർജി തന്നെ നിൽക്കുക. അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സർവീസ് സേവിങ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐ വിൽ ഗുഡ് വെൻ ഐ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. ഓൾറൈറ്റ്, അക്സെപ്റ്റൻസ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ഈ കാർഡ്സൊക്കെ ഷഫിൾ ചെയ്യുന്നത്. ഇമാജിനേഷൻ, മാനിഫെസ്റ്റേഷൻ ആൻഡ് ട്രസ്റ്റ്. അമ്മേ, ഈ പൈൽ 1 പൈൽ 2 അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലേ പൈൽ 1 നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് കാണും കേട്ടോ. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി പൈൽ 1 കൂടെ കാണണേ. കാര്യം എന്ന് വെച്ചാൽ സർവീസും അക്സെപ്റ്റൻസും ട്രസ്റ്റും ഈ 3 കാർഡ്സും പൈൽ 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടൊരു ആൻസർ അതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പം ഇമാജിനേഷൻ, അതായത് നമുക്ക് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് പുള്ളിയെ കൊണ്ടുവരാം, ആ റിയാലിറ്റിയിൽ കൊണ്ടുവരാം. എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ദ പ്രോസസ്സ്. അത് ഡെഫിനറ്റ്ലി എനിക്ക് പൈൽ 1 പറയേണ്ടായിരുന്നു. നിങ്ങളും ഈ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ആസ് ഓഫ് നിങ്ങളുടെ ഗൈഡൻസ് എന്താണ്, അവരുടെ ഇമോഷൻസ് വൈസ് എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് വെച്ചാൽ ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്യാൻ പറയും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ തിരിച്ചു വരും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിലേ ഉണ്ട്. കാരണം നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ആ ഡിലേ ലെറ്റ് ഇറ്റ് ബി. കാരണം ഞാൻ ജൂൺ മന്താണ് എനിക്കിവിടെ ടൈം ഫ്രെയിം കിട്ടുന്നത്. അപ്പം ജൂൺ മന്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് കിട്ടുന്നത്. വെയിറ്റിംഗ് ആണ്. എന്താവും, വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്യാൻ പറയും. വരും. കാരണം ഇമോഷണലി അല്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവർ തന്നെ വോക്ക് അവേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ച് വരണമെന്നോ എക്സ് വേണമെന്നോ ഒന്നും ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ശരി ഇല്ല, ആ റിലേഷൻഷിപ്പ് അവിടെ വെച്ച് ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ അങ്ങനെയല്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ
ആ പർട്ടിക്കുലർ പേഴ്സൺ തന്നെ. അപ്പം എനിക്കിവിടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മൂവ് ഓൺ ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. വാവ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള കാർഡ് തനിയെ ചാടി വീണിട്ടുണ്ട്. എനിക്ക് ഒറ്റ കാർഡ് മതി ഫൈനൽ ഗൈഡൻസ് ആയിട്ട്. ഫ്രീഡം. ലിവ് വൈൽഡ് ആൻഡ് ഫ്രീ, ചൂസ് യുവർ ഫ്രീഡം, ക്ലെയിം യുവർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രീഡം എനർജി വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയില്ലേ, എനിക്ക് ഇതിനകത്ത് നിന്ന് ഈ ഫ്രീഡത്തിൻ്റെ കാർഡ് കിട്ടുമ്പോൾ എനിക്ക് മെയിനായിട്ട് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ലടാ. ഈ പറഞ്ഞ പോലെ അവർ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ സ്പേസ്, നമുക്കിപ്പം എല്ലാവർക്കും ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് നമ്മുടെ സ്പേസ് കിട്ടുക എന്നുള്ളതാണ്. അവരെ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസ് തരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എപ്പോഴും നിങ്ങളുടെ സ്പേസിൽ നിങ്ങൾ നിൽക്കാൻ സമ്മതിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടുന്ന ഫ്രീഡം തന്നിട്ടുണ്ട്. 2, 3, 4 നമ്പറാണ് കാണുന്നത്. ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്യുക കേട്ടോ. 1 by 1 ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നടക്കും. ലിവ് വൈൽഡ് ആൻഡ് ഫ്രീ. കാരണം നിങ്ങളുടെ ഒരു നിങ്ങളും ഈ ഒരു ഫ്രീഡം എനർജിയിലുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് ഇത് അതേ എനർജി തന്നെ ഉണ്ടാവും, ആ ഒരു ഫ്രീഡത്തിൻ്റെ എനർജി തന്നെ ഉണ്ടാവും. അപ്പം അതിൽ എനിക്കിവിടെ നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന ഡെഫിനറ്റ്ലി ആ ഒരു ഫ്രീഡത്തിൻ്റെ എനർജി ഇതിനകത്തുണ്ട്. സോ അതും ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ അട്രാക്ഷൻ്റെ ഒരു റീസണാണ്. കാരണം നമുക്ക് ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പം നമ്മളെ ഒരുപാട് ഈ പറഞ്ഞ സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ പോയി അവരെല്ലാ കാര്യത്തിനും തൊട്ടതിന് പിടിച്ചിന് എല്ലാം വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ വിചാരിക്കും വേണ്ട, ലെറ്റ് ഗോ ചെയ്യുന്നതാണ് നല്ലത്, അങ്ങനെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ എനർജി ഇത്, ആ പുള്ളിക്കാരൻ്റെ കേസ് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ എല്ലാ കാര്യത്തിനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തരേണ്ട എല്ലാ സ്പേസും കാര്യങ്ങളും എല്ലാം തന്ന് നിങ്ങൾക്ക് വരുന്ന ഫ്രീഡം ആ ഒരു ലൈഫിലുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി വളരെ പോസിറ്റീവ് കാർഡ്സാണ്. വെയിറ്റ് ചെയ്യുക, നോട്ട് മൂവ് ഓൺ. നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് ഈസ് വെയിറ്റിംഗ്. ഓക്കെ, റൈറ്റ്. എനിക്ക് തോന്നുന്നു പൈൽ ടൂവിൻ്റെ ഗൈഡൻസ് കിട്ടി, നിങ്ങളുടെ മെസ്സേജസൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഇതൊക്കെ റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് ആ വെയിറ്റിംഗ് പീരീഡ് തന്നെ തോന്നുന്നു, വെയിറ്റ് ചെയ്യാതെ പുള്ളി വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ അത് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അതൊരു കൺഫർമേഷനാണ്, ഡുവൽ കൺഫർമേഷനാണ്, ലൈക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളത്. Alright, anyway, thank you so much for connecting. Lots of love and light. Take care. Bye. Hi Pile 3, welcome to your reading. Wow. ആലോചിക്കുകയാണ്, നിങ്ങളും ആലോചിക്കുകയാണോ? കാരണം നിങ്ങൾ ചൂസ് ചെയ്ത ബുധൻ കുറച്ച് ആലോചിക്കുന്ന ആളാണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് ആലോചിക്കില്ലേ? നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ആലോചിച്ച് നോക്കും വേണോ വേണ്ടേ എന്നുള്ളത്. ആ ഒരു ആലോചന പീരീഡിലാണ്. തിരിച്ച് വരണോ വേണ്ടേ, മുന്നോട്ട് പോകണോ വേണ്ടേ, ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആലോചന ടൈമാണ് എനിക്കിനത് കിട്ടുന്നത്. നോക്കാം നമുക്ക് എന്താ വരുന്നത് നോക്കാം. ഓൾറൈറ്റ് സ്പിരിറ്റ്, എനിക്ക് ഈ പറഞ്ഞ പോലെ പൈൽ 3യുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? പൈൽ 3യുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നാണ് എനിക്കറിയാവുന്നത് സ്പിരിറ്റ്. ഓൾറൈറ്റ്, പൈൽ 3യുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനിങ്ങനെ ഓൺ ക്യാമറ ഷഫിൾ ചെയ്യുന്നത് അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. എന്തിനാ അങ്ങനെ ചെയ്യണേ? കാഴ്ചയെല്ലാം എടുത്ത് വെച്ചിട്ട് ഒറ്റയടിക്ക് വായിച്ചാൽ പോരെ എന്നാണ് തോന്നുന്നെങ്കിൽ അത് പറയണേ, ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണേ. ഓൾറൈറ്റ്, പേജ് ഓഫ് വാണ്ട്സ്, പേജ് ഓഫ് കപ്സ്. ആ ഡ്രീമി എനർജിയാണ് കേട്ടോ. ആലോചിക്കും. ഫുൾ കാർഡ്, ഡെവിൽ കാർഡ്, 3 of cups, celebration. What is the bottom of the deck energy? Walking away, 8 of cups. All right. സോ ഇവിടുത്തെ കേസിൽ നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പൈൽ 3 ഭയങ്കര നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡോമിനേറ്റിംഗ് ആയിരുന്നോ പേഴ്സൺ? ഇപ്പം മെയിൽ ഓർ ഫീമെയിൽ ഡോമിനേറ്റിംഗ് ആയിരുന്നോ? കാരണം അതൊരു അഡിക്ഷൻ പോലെ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു പാറ്റേൺ പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. കാരണം എനിക്കിവിടെ ഒരു അഡിക്ഷൻ പാറ്റേൺ, ഈ പറഞ്ഞ പോലെ നമ്മളൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സ്റ്റക്കാക്കി വെക്കുക, നമുക്കൊരു എന്താ പറയുക ഫ്രീഡം കിട്ടാതിരിക്കുക, നമ്മൾ എല്ലാത്തിനും എന്താന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്തിനാ ഇങ്ങനെ പൊക്കൂടെ, അങ്ങനെ ചെയ്തുകൂടെ, എല്ലാത്തിനും നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം ലൈക്ക് എന്തൊക്കെയോ എവിടേക്കോ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ പർട്ടിക്കുലർ പേഴ്സണോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ ഓക്കെ ശരി നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള രീതി വന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും ഒരു റെസ്ട്രിക്ഷനും, പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോട് കൂടെ പോകുമ്പോഴും ഒക്കെ അങ്ങനെ പോകണോ
അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതി ചോദിക്കുക. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് പുള്ളിയുടെ എനർജി വൈസ് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരാൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരണോ, ഓക്കെ, ആ പർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് പറയും, വേണമെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യാൻ പറയും. കാരണം ഡെവിൽ എനർജി വരുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ചങ്ങലക്കകത്ത് തന്നെയാണ്. ഇതിനകത്ത് ഇത് റൈഡർ വീറ്റ് ടാരോഡെക്ക് അല്ല, ലൈറ്റ് സിയറിൻ്റെ ആണ്. സോ റൈഡർ വീറ്റിനകത്ത് ഡെവിൽ കാർഡിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അത് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ചങ്ങലക്കകത്ത്, അത് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ ഒരു പെട്ടുപോകുന്ന അവസ്ഥയാണ് എനിക്ക് ഇവിടെ ഈ കാർഡ്സിനകത്ത് കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ആളിൻ്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ച് വരണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഫീലിംഗ്, അതുപോലെ തന്നെ അത്രയും പോസിറ്റീവായിട്ടൊരു പേഴ്സണായിട്ട് എനിക്ക് കിട്ടുന്നില്ല. തേർഡ് പൈൽ 3ൻ്റെ പേഴ്സൺ ആരായിരുന്നാലും അതുകൊണ്ടാകണം ഈ ചിന്ത, വേണോ വേണ്ടേ, വേണോ വേണ്ടേ, ബാക്ക് ആൻഡ് ഫോർത്ത് എനർജി, വേണോ വേണ്ടേ, നിൽക്കണോ. പിന്നെ ഇടയ്ക്ക് മുറയ്ക്കുമൊക്കെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും ഇൻസിഡൻസ് ഓർമ്മ വരിക. പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം ഭയങ്കര ഹാപ്പി ഹൈ വൈബ്രൻ്റ് ആയിട്ടുള്ള എനർജിയിലായിരുന്നു, പിന്നെ ഈ പർട്ടിക്കുലർ പേഴ്സൺ വന്നു, കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ പല ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ ആർഗ്യുമെൻ്റ് എനർജി ഇല്ല ഓഫ് കോഴ്സ്, പക്ഷേ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം 3 of Cupsൻ്റെ കാർഡ് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ പല ആൾക്കാർ ഇൻവോൾവ് ആയി, അതിലൂടെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളായി, ആ പ്രശ്നത്തിൻ്റെ ബേസിസിൽ ആ ഒരു ബ്രേക്കപ്പായി, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഈ പേഴ്സൺ തിരിച്ച് വരണോ അതോ വേണ്ടേ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളടുത്ത് തന്നെ ചിന്തിക്കാൻ പറയും. കാരണം ഈ കാർഡ്സിനകത്ത് വൈസ് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയില്ല, വോക്കവേ ആണ്, 100% മൂവ് ഓൺ ചെയ്യാനേ പറയുള്ളൂ. ഓക്കെ, എനിക്ക് അങ്ങനത്തെ എനർജിയാണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം ഫർദർ ഗൈഡൻസ് എന്താണ് വരുന്നതെന്ന്. താങ്ക് യു സ്പിരിറ്റ്. നമുക്കറിയേണ്ടത് പൈൽ 3 വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ, അവർക്ക് എന്താ ഗൈഡൻസ് സ്പിരിറ്റ്, അവർക്ക് അറിയേണ്ട എന്താ കാര്യം എന്നൊന്ന് പറയൂ. 1 more time സ്പിരിറ്റ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി വെരി മച്ച്. അർക്കിഞ്ച് മൈക്കൽ. ഹെൽത്ത്, pride, I love myself and I see myself in everyone. Purpose, I know what I am here to do. Transformation. അതെ, ആ സമയത്ത് നിങ്ങളുടെ വലിയ ട്രാൻസ്ഫർമേഷൻ പീരീഡിലായിരുന്നു റിലേഷൻഷിപ്സ്. I am attracted to those people who serve my higher good, of course. എനിക്കത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കറിയേണ്ടത് നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് എനിക്ക് ഇതിനകത്ത് ഞാൻ എസ് ഓർ നോ കാർഡ് എടുക്കാറുണ്ട് ഈ ഏഞ്ചൽ ഒറക്കിൾ കാർഡ്സിനകത്ത്. എനിക്ക് കുറച്ച് ക്ലയൻസ് ഉണ്ട്, ലൈക്ക് അവർ ഭയങ്കര ഡൗട്ടാണ് എന്ന് വെച്ചാൽ ഒരേ കാര്യത്തിൽ തന്നെ അവർ റിപ്പീറ്റഡായി ചോദിക്കും, നടക്കൂ. അപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഒരു നടക്കുന്ന കാര്യമായിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഇഫ് യു ബിലീവ്, യു ട്രസ്റ്റ് എന്നുള്ള കാർഡുണ്ട്, ഇഫ് യു ബിലീവിൻ്റെ കാർഡുണ്ട്. ഇത് രണ്ടും സ്പിരിറ്റ് എടുത്തിടും. അപ്പോൾ എനിക്ക് സംഭവം മനസ്സിലാവും, ലൈക്ക് കാരണം പറഞ്ഞിട്ട് ചില ആൾക്കാരടുത്ത് നമ്മൾ എത്ര നടക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും ചിലർക്കത് അങ്ങോട്ട് അകത്തോട്ട് പോവില്ല. ഓക്കെ, ചിലർക്ക് അപ്പോൾ അവർക്കിത് കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ പോലെ ഒരു ടെൻഷൻ, മേ ബി അവരുടെ ടെൻഷൻ തന്നെ ആയിരിക്കും ലൈക്ക് നടക്കുന്നത്. കാരണം അവർക്കത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനോട് ഒരു ട്രസ്റ്റും ഇല്ല. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ റിയാലിറ്റി വരും, യൂണിവേഴ്സ് അബണ്ടൻ്റായ യൂണിവേഴ്സ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും, ഞാൻ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ആ ഒരു 100% ട്രസ്റ്റിനകത്ത് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് അവർ ഈ യെസ് ഓർ നോ കാർഡ്, ഏഞ്ചൽ കാർഡ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേനും ഓരോ തവണ. അപ്പം അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൻ്റെ ഇവിടെ ഈ കാർഡ് വന്നപ്പോൾ എനിക്ക് മെയിനായിട്ട് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഹയർ ഗുഡിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ ഈ പർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അത് വളരെ നല്ല കാര്യം. അങ്ങനെ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ കൂടെ നിന്നുണ്ട്. അപ്പം 100% എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിൽക്കണോ, വെയിറ്റ് ചെയ്യണോ, പോകണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഇവിടെ നിങ്ങളുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയാൻ തോന്നുന്നില്ല. കാര്യം ഇങ്ങനൊരു ക്യാരക്ടറുള്ള ആളുടെ കൂടെ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് എനർജി കൊടുത്ത് കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞ് നിന്നാലും ഒരു ടൈം എത്തുമ്പോൾ അവിടെ ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യും. ദാറ്റ്സ് ഫോർ ഷുവർ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള എനർജീസ് ഡെഫിനറ്റ്ലി എന്താ പറയുക, ഡെവിൽ കാർഡിൻ്റെ എനർജി, ഡെത്ത് കാർഡിൻ്റെ എനർജി വരിക, 8 of Cupsൻ്റെ എനർജി വരിക. ഓൾറൈറ്റ്, അത് കൺഫർമേഷനാണ്. അപ്പം അത് എന്താ പറയുക, ഡെഫിനറ്റ്ലി നടക്കും എന്നുള്ളതിനേക്കാൾ കൂടുതൽ പോക്കവയാണ് ഇവിടെ കാണുന്നത്. അപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു കാര്യം ചെയ്തേക്ക്, വേണ്ട, വോക്കവേ,
ഹീൽ ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക, ആളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന എനർജി. വാവ്, കൺഫർമേഷനാണ് മക്കളെ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടുന്ന എനർജി. നമുക്ക് നോക്കാം ഫൈനൽ കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താ, ഫൈനൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. കമ്പാഷൻ, കാരണം നിങ്ങളുടെ എനർജി എനിക്ക് ഭയങ്കര കമ്പാഷനേറ്റ്. ബി ജെന്റിൽ വിത്ത് യുവർ സെൽഫ്, ഫോർഗീവ്നെസ് വിൽ സെറ്റ് യു ഫ്രീ, സീ ദ ലൈറ്റ് ഇൻ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. കമ്പാഷൻ്റെ കാർഡ് വരിക എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി മൂവ് ഓൺ ചെയ്തോ. ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാനോ ഒന്നും പറയില്ല. നിങ്ങളുടെ അടുത്ത് മൂവ് ഓൺ ചെയ്യാൻ പറയും. അതിന് മുന്നേ, മൂവ് ഓൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫയൽ 1-നും ഇതേ ഗൈഡൻസ് കൊടുത്തു. ഹീൽ ചെയ്യുക, ലൈക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭയങ്കര വിഷമിച്ച സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ ആകെ വിഷമമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹീൽ ചെയ്യുക. ഫൈനൽ ഈ ബോട്ടം ഓഫ് ദ ഡെക്കും കൂടെ നോക്കിക്കോട്ടെ. ഹെൽത്തിൻ്റെ കാർഡാണ്. നിങ്ങളുടെ, എനിക്കറിയാം ഹെൽത്തിനകത്ത് വരുന്ന ഒരു റിലവൻറ്റ് കാര്യമല്ല, ബട്ട് എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു ഹീലിംഗ് എനർജി വരുന്നുണ്ട്. കാരണം ഹെൽത്ത് വരുമ്പോൾ ഞാൻ ഈ ഹീലിങ്ങിൻ്റെ കാര്യം ഒന്നുകൂടെ എടുത്ത് പറയും. ഡെഫിനറ്റ്ലി റിലേറ്റിംഗ് ടു എന്താ പറയുക, റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഹീൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ട്രോമാസിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോയോ അതൊക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുക. വളരെ ഇൻട്രസ്റ്റിംഗ് കാർഡ് തന്നെയായിരുന്നു നിങ്ങളുടെയും കേട്ടോ. ഫയൽ 1-നും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഫയൽ 2 ഓക്കെ, ഓരോരുത്തരുടെയും എനർജി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യണോ, വോക്ക് അവേ ആണോ, മൂവ് ഓൺ ചെയ്യണോ എന്ന് പറഞ്ഞാൽ ഞാൻ മൂവ് ഓൺ തന്നെ സജസ്റ്റ് ചെയ്യും. ഓക്കെ, കാരണം അങ്ങനത്തെ ഒരു എനർജി തന്നെയാണ് വരുന്നത്. സോ നമ്മുടെ ലൈഫിൽ ഒരാൾ വരുന്നതിനൊരു പർപ്പസ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു പർപ്പസ് കഴിയുമ്പോൾ അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോവും. ആ പർപ്പസിലൂടെ നമുക്ക് കുറച്ച് ലെസൺസ് അവർ പഠിപ്പിച്ച് തന്നിട്ടേ പോവും. അപ്പോൾ അത് ആ ലേണിംഗ് പ്രോസസ്സ് കഴിഞ്ഞു. അതുകൊണ്ടാണ് അത് ട്രാൻസ്ഫോർമേഷനിലോട്ട് എത്തിയതും. അതിലൂടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ റിലേഷൻഷിപ്പുമായിട്ടുള്ള. ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇഷ്യൂസ് വരാറുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു സാധനം എല്ലാം ഹീലാവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരാളെ ദൈവം വിടും. അത് കഴിയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് നമ്മൾ ഹീൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ പോസിറ്റീവായിട്ടുള്ള, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. ഓൾ റൈറ്റ്, എനിവേ ഫയൽ 3 എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് കിട്ടി. ഓക്കെ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം. അല്ല ഓൾറെഡി സബ്സ്ക്രൈബർ ആണെങ്കിൽ താങ്ക് യു സോ മച്ച് ഗൈസ്. വരുന്നതിലും കണക്ട് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെറുതായിട്ടെങ്കിലും കമൻറ്റ് ചെയ്ത് മതി. ജസ്റ്റ് കാരണം എനിക്കത് ഭയങ്കര മോട്ടിവേഷനാണ്. ലൈക്ക് യെസ്, ഐ എം കണക്റ്റിംഗ് ടു ദ കളക്റ്റീവ് എന്നുള്ളതിൻ്റെ ഒരു മോട്ടിവേഷനാണ്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ജോയിനിങ് file 3 especially. Thank you very much. Lots of love and light, dear. Take care. Bye.